പ്രശസ്തിയുടെ പ്രശ്നമല്ല. നമ്മൾ ഇപ്പോൾ എൻ്റെ ദ സോൾ ഓഫ് അനാമിക ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന ആൽബം വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ കേട്ടിട്ടുള്ളൂ എന്നതിൽ ഞാൻ ഭയങ്കരമായി അഭിമാനം കൊള്ളുന്നു ഉള്ള എൻ്റെ പ്രസ്താവന നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട്? തിരിച്ചുള്ളൊരു പ്രസ്താവന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത്തിരി സാഡായിട്ടുള്ളൊരു കാര്യം, നമ്മുടെ സോൾ ഓഫ് അനാമിക അധികം പേർ കേട്ടില്ല എന്നുള്ളതാണ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് വ്യക്തമാക്കുന്ന എന്താണ്? ഒറ്റ കാര്യമാണത് വ്യക്തമാക്കുന്നത്. പ്രശസ്തി എന്ന വാക്ക് മാറ്റിവെച്ചാൽ എത്രയോ പേരിലേക്ക് അത് എത്തിയിരുന്നുവെങ്കിൽ അതിൽ നിന്ന് വളരെ കുറച്ച് പേർക്കായിരിക്കും അത് ശരിക്ക് കിട്ടുന്നത്. അതിലും കുറച്ച് പേരിലേക്ക് അത് എത്തുമ്പോൾ, അല്ലെങ്കിൽ ആകെയുള്ള 10 പേരെന്ന് പറയുന്നത് തന്നെ ഭൂമി പൊട്ടിത്തെറിക്കുന്ന സൈസ് 10 പേരായിരിക്കണം. ശരിയാണ്, നമ്മൾ വന്ന സമയത്ത് സോൾ ഓഫ് അനാമികയെ ആകെ കേട്ട 50 പേര് വളരെ എണ്ണം പറഞ്ഞ 50 പേര് തന്നെ ആണെങ്കിലും എന്തുകൊണ്ട് 1000 പേരായിരുന്നു അതെങ്കിൽ ആ 1000 പേരിൽ 200 പേർ ഈ 50 പേർക്ക് തുല്യമായ ബാക്കി 150 പേരും കൂടി ഇല്ല എന്നെന്തിന് വിശ്വസിക്കണം? അങ്ങനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യാൻ മാത്രമുള്ള എന്ത് ധാരണാ പദ്ധതികളും അഹങ്കാരവുമാണ് നമുക്കുള്ളത്? ഇല്ല. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഒരു 1500 പേരിലേക്കധികം ദ സോൾ ഓഫ് അനാമിക ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എത്തിയിരുന്നുവെങ്കിൽ, നിലവിൽ അത് ഭീകരമാണെന്ന് പറഞ്ഞ ഒരു 50 ആളുകളെ പോലെ തന്നെ ഒരു 75-76 പേര് അല്ലെങ്കിൽ 77 പേര് വേറെയും ഉണ്ടാകുമായിരുന്നു എന്നുള്ള വലിയ വിശ്വാസം എനിക്ക് ഇപ്പോൾ ആർജിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ആദ്യകാലത്തൊക്കെ വിചാരിക്കും കൂടുതൽ പേരിലെത്തുമ്പം വെറുതെ കൂടുതൽ പേരിലെത്തി എന്തോ ഒരു പ്രശസ്തി ഉണ്ടായി, പെരിഫറലായിട്ട് എന്തോ ഒരു ഓളം സംഭവിച്ചു എന്നതിനപ്പുറത്ത് എന്താണ് സംഭവിച്ചതെന്നൊക്കെയുള്ള. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നമുക്കങ്ങനെ ആരെയും മുൻവിധിയോടെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. നമ്മളെ ചില പാട്ട് എത്രയോ പേരിലെത്തിയിട്ടുണ്ട്. അത്രയും പേരിലെത്തുമ്പം അവരിൽ കുറേ പേര് വളരെ ഡെപ്തുള്ളവരാണ് എന്ന് നമ്മളിന്ന് തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രശസ്തി എന്ന വാക്ക് നിങ്ങൾ തിരുത്തി പറയണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെയധികം ആളുകളിലേക്ക് നമ്മളുടെ വേറിട്ട ചില ചിന്തകൾ എത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. സിനിമയ്ക്ക് അതിനുള്ള മുഴുവൻ പ്രാണശക്തി ഉണ്ടോ എന്നുള്ളത് വേറെ ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സിനിമ ശക്തമായ മീഡിയമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ അത്രയധികം ഭീകരന്മാർ എവിടെയാണ് വസിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷേ സിനിമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ അത്ര പേരിലേക്ക് എത്തുമ്പോൾ അവരെല്ലാം നമുക്ക് ഇത്ര വർഷത്തിനകത്ത് കളക്ട് ചെയ്യാൻ പറ്റിയേക്കും എന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ നമുക്കുണ്ട്. അതുകൊണ്ട് പ്രശസ്തിയല്ല പ്രശ്നം, കൂടുതൽ ആളുകളിലേക്ക് എത്തണം എന്നുള്ള ഒരു തോന്നൽ ഇപ്പോൾ വന്നു തുടങ്ങിയിരിക്കുന്നു. എൻ്റെ നല്ല ത്രോട്ട് പ്രോസസ്സ്, എൻ്റെ ഏതെങ്കിലും ഒരു ഗാനം കേവലമായ ആൾപ്പരപ്പിലേക്ക് എത്തണമെന്ന് ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു പാട്ട് നിങ്ങളുടേതായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതും കൂടിയാണ് അതിൻ്റെ ഉത്തരം. നമ്മുടെ മനസ്സിന് എത്ര ചാനലുകളുണ്ടാകും. ഹൃദയം സൂക്ഷിക്കുന്ന അനവധി രഹസ്യകഥകൾ പോലെ ഓരോ സുഹൃത്തിലേക്കും നമുക്ക് നിത്യമായി തന്നെ പാലമുണ്ട്. ചിലപ്പോൾ നമ്മൾ ആ പാലത്തിലുള്ള പോക്ക് കുറേ കാലമായിട്ടില്ലാതെയായിട്ടുണ്ടാവാം, പോക്കുവരവുകളൊക്കെ ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ആ പാലം എന്നേക്കുമായിട്ട് അവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ചിലരൊക്കെ തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവാം. ആ പാലത്തിലൂടെ പോയിട്ട് വേണ്ട പകുതി വരെ യാത്ര ചെയ്താൽ ഒരു സുഹൃത്ത് അവിടെ നിൽപ്പുണ്ട്, അല്പം കൂടി പോയാലൊരു സുഹൃത്ത്. അങ്ങനെയല്ല, 100 കണക്കിന് ചാനലുകളിൽ 100 സൗഹൃദങ്ങൾ. അതുകൊണ്ട് രഞ്ജിത്തുമായിട്ടുള്ള സൗഹൃദം കൃത്യമായിട്ടും വേറെ ചാനലിൽ വേറെ സ്ഥിതി ചെയ്യുന്നു, രഞ്ജൻ പ്രമോദുമായിട്ടുള്ളത് വേറെ, എൻ്റെ പെണ്ണുമായുള്ളത്, ഒരുപാട് സുഹൃത്തുക്കളുമായുള്ളത്, അങ്ങനെ പലതുമുണ്ട്. എല്ലാം വേറെ വേറെ തന്നെ. രഞ്ജേട്ടനിലേക്ക് ഇതേപോലെ രഞ്ജേട്ടനെ ഫോൺ ചെയ്ത് ഒരു പ്രത്യേക കാര്യത്തിന്, സിനിമയുമായി ബന്ധപ്പെട്ട കാര്യത്തിനല്ല, ഒരു സംഗമം ഉറപ്പിക്കുകയാണ്. ആ സംഗമം വേറെ ഒരു സൗഹൃദത്തിൻ്റെ ട്രാക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ രഞ്ജനുമായുള്ളത് വേറെ ഒരു ട്രാക്ക്. ഇതൊക്കെ ഇന്ന് കാണുന്ന തരത്തിലുള്ള സിനിമാ സാഹചര്യങ്ങളിൽ എത്തുന്നത് തികച്ചും യാദൃച്ഛികമായിട്ട് മാത്രമാണ്. രഞ്ജേട്ടനുമായിട്ടുള്ള സൗഹൃദത്തിൽ
ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ ഗാനം ചെയ്യുന്ന ഒരാളായി തീരണം എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ഈ നിമിഷം പോലും നാളെ മുതൽ വീണ്ടും ആ ദൗത്യത്തിൽ നിന്ന് ഒഴിവാക്കി തന്നാൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ആ സൗഹൃദവും ആ സദസ്സും അവിടെയുള്ള ഇരുത്തവും ഉണ്ടാക്കുന്ന ഉന്മാദവും സന്തോഷവും വളരെ വലുതാണ്. അത് തുടരുകയും വേണം. ഈ ദൗത്യം ഇല്ലാതിരുന്നാലും കുഴപ്പമില്ല എന്നുള്ളതാണ് സത്യത്തിൽ. കാരണം രഞ്ജിയേട്ടനായിട്ടുള്ള ഇരുത്തത്തിൻ്റെ വളരെ ആവേശകരമായ നിമിഷങ്ങളുണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടമാണ്. അത് പക്ഷേ ഈ ദൗത്യത്തിലേക്ക് എപ്പോഴും നയിച്ചോളണമെന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇന്ത്യൻ റുപ്പിയും സ്പിരിറ്റും ബാവുട്ടിയുടെ നാമത്തിലും 3 ചെയ്തത് ഇത്തരം കേവലം യാദൃശ്ചികമായിട്ട് മാത്രമാണ്. രഞ്ജിയേട്ടൻ്റെ അടുത്ത പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ ഞാനാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. വേറൊരാളായിരിക്കുമ്പോൾ പോലും ഞാൻ ആ സംഘത്തിലുണ്ടാവണമെന്നാണ് എൻ്റെ സൗഹൃദത്തിൻ്റെ പേരിലുള്ള ആഗ്രഹം.